ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ശരി, ആഗ്രഹം മുഴുവൻ തെറ്റാണോ? ആഗ്രഹമില്ലാതിരിക്കണത് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ ഭഗവാനെ. അപ്പൊ ആഗ്രഹിക്കുക എന്നുള്ളതൊരു തെറ്റാണോ എന്നാണ് നമുക്കൊരു ചോദ്യം വരുന്നത്. അതാണ്, കാമം തെറ്റാണോ? ഭഗവാൻ പറയണത് ആഗ്രഹം തെറ്റല്ല, പ്രൊവൈഡഡ് ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹം തെറ്റല്ല. ഏത് ആഗ്രഹവും നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ, ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ, പ്രകൃതിയുടെ നിയമത്തിനെ മറികടക്കുന്നതല്ലെങ്കിൽ, ആർക്കും ഹിംസയില്ലെങ്കിൽ, നിങ്ങൾ ആ ആഗ്രഹം പൂർത്തി ചെയ്യുന്നത് കൊണ്ട് ആരുടെയും രാഗത്തിനോ ദ്വേഷത്തിനോ ഹിംസയ്ക്കോ വിഷമത്തിനോ വേദനയ്ക്കോ കാരണമാവുന്നില്ലെങ്കിൽ, ആ ആഗ്രഹം നിങ്ങളെ മാത്രമല്ല, ആ ആഗ്രഹം നിങ്ങൾ പൂർത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ബന്ധവിമുക്തി ഉണ്ടാവണം. രാഗദ്വേഷമില്ലാതെ എന്തെന്ത് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും ആക്കിക്കൊള്ളൂ എന്നാണ്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗവും ദ്വേഷവും കൂടാതെ, എന്നുവെച്ചാൽ അതിനോട് അറ്റാച്ച്മെന്റും ഇല്ല, വെറുപ്പുമില്ല, ആ ആഗ്രഹം പൂർത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും മോക്ഷമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ ആഗ്രഹം വളരെ ജാഗ്രതയായിട്ട് വേണം ഈ കാര്യം കേൾക്കാൻ. നമ്മളുടെ മനസ്സുണ്ടല്ലോ, ഇതുപോലെ നമുക്കൊരു ശത്രു വേറെ ഒന്നുമില്ല, അത് എല്ലാത്തിനും ഭാഷ്യം എഴുതും നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച്. ആഗ്രഹം ഏതാണെങ്കിലും അവിദ്യയുടെ ലക്ഷണമാണ്, അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. എനി ഡിസയർ ഈസ് എ ഫോം ഓഫ് ഇൻകംപ്ലീഷൻ. ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമ്മളിൽ കാണുന്ന എന്തോ ഒരു കുറവാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഭിക്ഷാപാത്രമാണത്. ദേഹി എന്ന് പറയണം, എനിക്ക് വേണം. ആഗ്രഹമില്ലാത്ത യതി കയ്യിൽ ഭിക്ഷാപാത്രം എന്തിയാലും ഉള്ളിൽ ചക്രവർത്തിയാണ്. ആഗ്രഹമുള്ള സാധാ മനുഷ്യൻ പുറമേക്ക് അവൻ ഭിക്ഷാപാത്രം ഇല്ലാത്തവനാണെങ്കിൽ ഉള്ളിൽ ഭിക്ഷാപാത്രമാണ് അവന്. ഏതാഗ്രഹവും നമ്മളെ കുറച്ച് ചോട്ടലേക്ക് കൊണ്ടുവരും. അതേസമയം ചില ആഗ്രഹങ്ങൾ നമ്മൾക്ക് പ്രാരബ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരും. പ്രാരബ്ധം എന്ന് പറയേണ്ട, പ്രകൃതി എന്ന് വെച്ചോളാം. ഇപ്പോ ഊണ് കഴിക്കും, വിശക്കണു, അതൊരു ആഗ്രഹമാണോ ചോദിച്ചാൽ അത് ആഗ്രഹമാണ് എന്ന് ഒരു ലെവലിൽ പറയാം. ഇന്ന ഭക്ഷണം തന്നെ വേണം എന്ന് പറയുമ്പോൾ നിർബന്ധം വരുമ്പോൾ ആഗ്രഹമാണ്. ഇല്ല, വിശപ്പിന് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്ന് വെച്ചാൽ ആഗ്രഹമല്ല, ഇറ്റ് ഈസ് ഓൺലി എ ബയോളജിക്കൽ അർജ്. അതിൽ നമ്മൾ ഭക്ഷണം എന്തോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതേപോലെ വീട് വെക്കണു, അതേപോലെ നമ്മൾ ജനിച്ചിട്ടുള്ള സമൂഹത്തിലുള്ള നിയമത്തിനനുസരിച്ച് ചിലതൊക്കെ ചെയ്യുന്നു. ഇതുകൊണ്ട് ആർക്കും ഹിംസയില്ലെങ്കിൽ, ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ, അതാണ് ഭഗവാനോട് ഉപയോഗിക്കുന്ന വാക്ക്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു. ധർമ്മ അവിരുദ്ധ, ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധ യഹ പ്രാണിഷു ഭൂതേഷു കാമഃ യഥാ ദേഹധാരണമാത്രാദ്യർത്ഥഃ അശനപാനാദി വിഷയഃ സ കാമഃ. നമ്മൾക്ക് ജീവിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതുകൊണ്ട് അവനവന് ജീവിക്കാൻ ഭക്ഷണവും ജലവും ഒക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതിന് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെന്നാണ്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് അത് വിരുദ്ധമല്ല. കാരണം ദേഹധാരണാർത്ഥ, ശരീരം നിൽക്കണമെങ്കിൽ ചില ആഗ്രഹം കൂടാതെ കഴിയില്ല. ശരീരം നടത്തിക്കൊണ്ടുപോവാൻ, ജീവിച്ചു പോവാൻ ആഗ്രഹിക്കാതെ പറ്റില്ല. ആ ആഗ്രഹത്തിനെ ഭഗവാൻ പറയണത് അത് ആഗ്രഹമല്ല, അത് ഞാനാണ്. ഇവിടെ ഞാനെന്ന് വെച്ചാൽ നേച്ചർ ആണത്.
ഈശ്വരൻ. എല്ലാത്തിനെയും ആഗ്രഹം എന്ന് പറയരുത്. ഊണ് കഴിക്കണ ആഗ്രഹമല്ല, ഉറങ്ങണത് ആഗ്രഹമല്ല, തണുക്കണത് ആഗ്രഹമല്ല, ചൂട് ആഗ്രഹമല്ല, അതിനൊക്കെ പരിഹാരം നമ്മൾ അന്വേഷിക്കണുണ്ടല്ലോ, അത് ആഗ്രഹമല്ല. ദുഃഖം വരുന്നു, ദുഃഖത്തിന് നിവൃത്തി അന്വേഷിക്കണു, ആഗ്രഹമല്ല. അത് പ്രകൃതിയാണ്, ധർമ്മമാണ്. അതിൽ രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ അത് ധർമ്മമാണ്, അത് ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം, അത് എന്റെ സ്വരൂപം.